ഞാൻ ഒരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ. ഈ ഉസ്താദിനെ മർദ്ദിക്കാനുള്ള അധികാരം ആരാണ് ഇയാൾക്ക് നൽകിയത്? ഏറ്റവും തുച്ഛമായ ശമ്പളം കിട്ടുന്ന ഒരു ജോലികളിൽ ഒന്നാണ് ഈ മദ്രസയിലും പള്ളിയിലും നിൽക്കുന്നവർ. അവർ ചൂഷണം ചെയ്യുന്നുണ്ട് നാട്ടുകാരൊക്കെ, അതിലൊരു സംശയമില്ല. എന്നിട്ട് അവിടെ നിൽക്കുന്നതിനാ? വേറെ ജോലി കിട്ടായിട്ടാ? വേറെ ജോലി ചെയ്യാനുള്ള ആവതില്ലായിട്ടാ? അല്ല, അതിനുള്ള ആരോഗ്യമൊക്കെ സമയത്തുണ്ട്. അവർ പഠിച്ച മേഖലയിൽ ദീനിനു വേണ്ടി ദഅവത്ത് ചെയ്യണമെന്നും അടുത്ത തലമുറനെ വാർത്തെടുക്കണമെന്നും നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണമെന്നുള്ള നിലക്കാണ്. അപ്പം അതിനുള്ളൊരു പരിഗണന ഉസ്താദന്മാർക്ക് കൊടുക്കണ്ടേ? പരിഗണന കൊടുക്കുന്നില്ല, സപ്പോർട്ടീവ് അല്ല എന്നതിലപ്പുറം ഇത്തരത്തിൽ മർദ്ദിക്കാനും തൊഴിക്കാനൊക്കെ നിന്നാൽ എന്താ ചെയ്യാ? നിസ്സഹായരായ ഉസ്താദന്മാർ ശമ്പളം ഒന്നും കൂട്ടി കൊടുക്കുന്നില്ല. 2 കൊല്ലം കഴിയുമ്പോഴത്തേനും ആളെ മാറ്റാണല്ലോ. കാരണം അയാൾക്ക് പിന്നെ ഇൻക്രിമെന്റ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള നാടുകളാണ്. ആയിക്കോട്ടെ, അടിക്കാൻ പാടില്ല, കുട്ടികൾ അടിക്കാൻ പാടില്ല എന്ന് നീ വിശദീകരണം തേടിയോ? കുട്ടികൾ ഇമ്മെച്യൂർഡാണ്. ഈ വലിയ പോത്തന്മാരെ അത്ര മെച്യൂർഡൊന്നും ഉള്ള ആളുകളല്ല. അപ്പൊ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളോട് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പാടെ ഇറങ്ങി ചെന്ന് ഉസ്താദന്മാരെ അടിക്കലല്ല, വിശദീകരണം തേടണം, ചോദിക്കണം. നമ്മൾ ഷോട്ടം പേടാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ബാധിക്കാൻ പാടില്ലല്ലോ. കുടുംബം മൊത്തം വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അതിക്രമിച്ചിട്ട് ഉസ്താദന്മാരെ അടിക്കുക നല്ല തന്നെ. ഇത് ശക്തമായിട്ട് പ്രതികരിക്കും, ഇതിനൊരു പരിഹാരം തേടാൻ വേണം. ഇത് ഒന്നൊന്നല്ല, ഇത് വീഡിയോ കിട്ടിയാണ്ട് കണ്ടെന്നേ ഉള്ളൂ.